ഈ CID സീരീസ് തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞല്ലോ. CID സീരീസിൻ്റെ 3ാമത്തെ ചിത്രത്തിൻ്റെ പേരായിരുന്നു പ്രേതങ്ങളുടെ താഴ്വര. ശ്രീകുമാരൻ തമ്പിയും ദേവരായൻ മാഷും കൂടി ചെയ്ത അതിമനോഹരമായ ഗാനങ്ങളുടെ ഒരു ആകത്തുകയായിരുന്നു ആ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്നും നമ്മുടെയൊക്കെ മനസ്സിൽ തത്തിക്കളിക്കുന്ന ഒരുപാട് പാട്ടുകൾ അതിനകത്തുണ്ട്. അത് ഏറ്റവും നമുക്ക് ഓർക്കാവുന്ന രചന കൊണ്ടും സംഗീതം കൊണ്ടും എല്ലാം കൊണ്ടും ശ്രദ്ധ ആലാപനം കൊണ്ടും മനോഹരമാക്കിയ ഒരു ഗാനമുണ്ട് അതിനകത്ത്. മലയാള ഭാഷ തൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി നിൻ ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി നിൻ ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിൽ മാധുര്യമ്മ പാടിയ ഒരു പാട്ടുണ്ട്. പ്രേതം പാട്ട് തന്നെയാണ്. ആതിരേ തിരുവാതിരേ. ഈ ഗാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ അക്കോർഡിയനൊക്കെ ഇറങ്ങിയ സമയമായിരുന്നു. അത് ശരിക്കും റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ചൊരു ക്ലബ് സോങ്ങിലൊക്കെ ഒക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് പ്രേതപ്പാട്ടിനും ഉപയോഗിക്കാമെന്ന് കാണിച്ച ഒരു പാട്ടാണിത്. ചാലിയാർ പുഴ ഒഴുകുന്നതിൻ്റെ ചുറ്റുപാടിൽ വെച്ച് മനോഹരമായി പിക്ചറൈസ് ചെയ്ത കല്ലോലിനിയുടെ കരയിൽ കൽപ്പപാദപത്തണലിൽ എന്ന് പറഞ്ഞിട്ട് യേശുദാസ് പാടിയ അതിമനോഹരമായൊരു ഗാനവും അതിനകത്തുണ്ട്. രചന കൊണ്ടും എല്ലാം കൊണ്ടും ദേവരായ മാഷുടെ അതിമനോഹരമായ സംഗീതം. കല്ലോലിനിയുടെ കരയിൽ കൽപ്പപാദപത്തണലിൽ കാമ്യകാമന മലർച്ചെടി പോലൊരു കാർമുകിലൊളിവേണി നിന്നു. കല്ലോലിനിയുടെ കരയിൽ. മാധുര്യമ്മയുടെ സുപ്രഭാതമായി സുമകന്യകേ. ഈ പാട്ട് സുപ്രഭാതം ആണെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള രാഗമാണ് ദേവഗുപ്തി. അപ്പോൾ മാഷ് ആ രാഗം തന്നെ തിരഞ്ഞെടുത്തിട്ട് ചെയ്ത പാട്ടാണ് സുപ്രഭാതമായി. വളരെ ഇപ്പോഴും നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഒരു പ്രഭാത തോന്നുന്ന ഒരു പാട്ട് തന്നെയാണ്. ഉദ്യോഗസ്ഥ വേണു എന്നറിയപ്പെട്ടിരുന്ന വേണു ന്യൂ ജനറേഷൻ ആളുകളെ വെച്ച് എടുത്തൊരു ചിത്രമായിരുന്നു അരഞ്ഞാണം. രാജ്കുമാറും സുമലതയും ശങ്കറുമൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം ചെയ്യുന്ന ഗ്രൂപ്പുകളും കംപ്ലീറ്റ് ആയിട്ട് മാറുകയുണ്ടായി. KJ ജോയാണ് ഇതിൽ സംഗീതം ചെയ്തിട്ടുള്ളത്. KJ ജോയ 80കളിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അടിപൊളി പാട്ടുകളുടെ വക്താവായും ഓർക്കസ്ട്രേഷൻ വളരെ വെസ്റ്റേൺ ടൈപ്പിലുള്ള ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ഒരാളായിട്ടുമൊക്കെയാണ് KJ ജോയ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നത്. അദ്ദേഹം വളരെ പ്രശസ്തനായ അക്കോർഡിയൻ പ്ലെയർ ആയിരുന്നു, പിയാനോ പ്ലെയർ ആയിരുന്നു. സലീൽ ചൗധരിക്കെല്ലാം പ്രധാനപ്പെട്ട ഗാനങ്ങൾക്കെല്ലാം ഓർക്കസ്ട്രേഷനിൽ മെയിനായിട്ട് കീബോർഡ് വായിച്ചിരുന്ന ആളായിരുന്നു. ശ്രീ KJ ജോയ് സംവിധാനം ചെയ്ത അതിലെ ഒരു ഗാനമുണ്ട്, നീലമേഘമാലകൾ എന്ന ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് പാടിയ ഗാനം. ഈ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് രാജ്കുമാറും സുമലതയുമാണ്. ഈ ഗാനം പ്രത്യേകിച്ചും അക്കാലത്തെ ഗാനമേളകൾ നടത്തുന്ന എല്ലാ ഗായകന്മാരും സ്ഥിരമായിട്ട് എടുത്തിരുന്ന ഒരു ഗാനമായിരുന്നു. കാരണം ഈ KJ ജോയുടെ പാട്ടുകൾ പ്രത്യേകിച്ചും സ്റ്റേജിൽ ഭയങ്കര എഫക്റ്റീവായിരിക്കും. മെലഡി ഉണ്ട്, എന്നാൽ അതൊരു താളനിബദ്ധമായി പോകുന്നതുകൊണ്ട് ആ വക ഗാനങ്ങളെല്ലാം സ്റ്റേജിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ആൾക്കാരുടെ ഇടയിൽ വളരെ അഭിപ്രായം ഉണ്ടാക്കിയിരുന്ന ഗാനങ്ങളായിരുന്നു KJ ജോയുടെ പാട്ടുകൾ.
അങ്ങനെയുള്ളൊരു ഗാനമാണ് അരഞ്ഞാണം എന്ന ചിത്രത്തിലെ നീലമേഘമാലകൾ എന്ന് ഊട്ടിയിൽ ചിത്രീകരിച്ച ഈ ഗാനം. സംവിധായകനായ വേണു അറിയപ്പെടുന്നത് കൂടുതലായിട്ടും സംവിധായകൻ ഉദ്യോഗസ്ഥ, വേണു ഉദ്യോഗസ്ഥ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുക. ഉദ്യോഗസ്ഥ വേണു എന്ന് പറഞ്ഞാൽ പെട്ടെന്നറിയാം. കാരണം അത് ചരിത്ര സംഭവമായിരുന്നു. ആ കാലഘട്ടത്തിൽ 100 ദിവസം തിയേറ്ററുകളിൽ ഓടിയ ഒരു സിനിമയാണ് ഉദ്യോഗസ്ഥ, ചെമ്മീനൊപ്പം. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ എന്നുള്ളതിനേക്കാൾ മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെ ചരിത്രമായിരുന്നു വേണു എന്ന സംവിധായകൻ. ശശികുമാർ, കൃഷ്ണൻ നായർ, പി ഭാസ്കരൻ, രാമു കാര്യാട്, ഇങ്ങനെ പറയുന്ന എണ്ണിയാലോട് വിരലുകൾ മാത്രം പറയാവുന്ന എ.ബി. രാജ്, ഇങ്ങനെ പറയാവുന്ന ഏതാനും സംവിധായകരുടെ നിരയിൽ വേണു എന്ന സംവിധായകനെ മറക്കാൻ ആർക്കും സാധ്യമല്ല. അദ്ദേഹം ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മലയാളത്തിലെ രചനകൾ, മലയാളത്തിലെ സംവിധാന ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നവയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സംവിധായകൻ വേണു, ഉദ്യോഗസ്ഥ വേണു എന്ന് പറയുന്ന അദ്ദേഹത്തിനെക്കുറിച്ച് ഇനിയിപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് 2-3 വർഷമാകുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാൻ ഞാൻ ഈയിടയ്ക്ക് ശശികുമാർ മരിച്ചപ്പോൾ നിത്യവസന്തം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതുകയുണ്ടായി. പ്രേം നസീർ നിത്യഹരിത നായകനാണെങ്കിൽ ശശികുമാർ നിത്യവസന്തമാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിത്യവസന്തങ്ങളായിരുന്നു ഉദ്യോഗസ്ഥ വേണുവും വേണു എന്ന് പറയുന്ന സംവിധായകനും എന്ന് പറയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്.